ഓം നമ ശിവായ. വെള്ളിയാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വെള്ളിയാഴ്ച ദിവസത്തെ തീയതി 2025 ജനുവരി മാസം 24-ാം തീയതിയാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസത്തെ ഗ്രഹസ്ഥിതി: മീനൻ രാശിയിൽ രാഹു നിൽക്കുന്നു, ഇടവൻ രാശിയിൽ വ്യാഴം നിൽക്കുന്നു, മിഥുനൻ രാശിയിൽ ചൊവ്വ നിൽക്കുന്നു, കന്നി രാശിയിൽ കേതു നിൽക്കുന്നു, ചന്ദ്രൻ വൃശ്ചികൻ രാശിയിൽ നിൽക്കുന്നു, ബുധൻ ധനുരാശിയിൽ നിൽക്കുന്നു, സൂര്യൻ മകരൻ രാശിയിൽ നിൽക്കുന്നു. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശുക്രനും ശനിയും കൂടി കുംഭൻ രാശിയിൽ നിൽക്കുന്നു. ഇതാണ് ഗ്രഹസ്ഥിതി. ഈ ഗ്രഹസ്ഥിതി പ്രകാരമുള്ള നക്ഷത്രഫലമാണ് ഞാൻ പറയുന്നത്. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽനാളുകാർക്ക് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപൻ ശുക്രൻ ഇവരുടെ 2ാം ഭാവത്തിൻ്റെ അധിപനാണ്. ഈ 2ാം ഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ 10ാം ഭാവത്തിൻ്റെ അധിപനുമായ ശനിയുമായിട്ട് ചേർന്ന് 11ാം ഭാവത്തിൽ നിൽക്കുന്നു. ധർമ്മ കർമാധിപ യോഗം എന്ന് പറയുന്ന ഒരു യോഗമാണ് വന്നു ചേരുക. ജ്യോതിഷമായി പറയുന്നത് എന്താണ്? 2ാം ഭാവാധിപനും 10ാം ഭാവാധിപനും ഒരുമിച്ച് നിന്നാൽ, 2ാം ഭാവത്തിൻ്റെ അധിപനും 10ാം ഭാവത്തിൻ്റെ അധിപനും ഒരുമിച്ച് ചേർന്ന് നിന്നാൽ ധർമ്മ കർമാധിപ യോഗം എന്നാണ് പറയുന്നത്. അതൊരു രാജയോഗമാണ്. അതുകൊണ്ടുള്ള നേട്ടം എന്താണ്? ധനലാഭം നിശ്ചയമായും ഉണ്ടാകും, ഭൂമി ലാഭം നിശ്ചയമായും ഉണ്ടാകും. ഇതാണ് വെള്ളിയാഴ്ച ദിവസം മേടക്കുറുകാർക്ക് വന്നു ചേരുന്ന അനുഭവം. അവരുടെ ജീവിതത്തിലെ വലിയൊരു അനുഭവമാണ്. അവർക്ക് ധനപരമായ ലാഭം ഉണ്ടാകുക, ഭൂമി സംബന്ധമായുള്ള ലാഭം ഉണ്ടാകുക എന്നുള്ള ഒരു അനുഭവം അവർക്ക് വന്നു ചേരും. അപ്പോൾ അതിന് മറ്റ് ഗ്രഹങ്ങൾ അനുകൂലമാണോ എന്ന് നമുക്ക് നോക്കാം. ധനത്തിൻ്റെ ഗ്രഹം 2ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു, ധനസ്ഥിതി മെച്ചമായിരിക്കും. ഭൂമി സംബന്ധിച്ചുള്ള ഗ്രഹം ചൊവ്വ 3ാം ഭാവത്തിൽ നിൽക്കുന്നു, അതും ഓക്കെയാണ്. 10ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു, തൊഴിൽ ചെയ്യാനുള്ള പ്രേരണ കൊടുക്കുന്നു, തൊഴിൽ കൂടി ധനം കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ തൊഴിലിൽ കൂടി, പ്രവർത്തന മേഖലകളിൽ കൂടി ധനലാഭമുണ്ടായി. ധനലാഭവും ഭൂമി ലാഭവും മേടക്കുറുകാർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ദൗർഭാഗ്യവശാൽ ഈ ഒരു അനുഭവം ചിലർക്കൊക്കെ വന്നു ചേരാതിരിക്കാം. അതിന് കാരണമുണ്ട്. ചന്ദ്രൻ അഷ്ടമത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ മാതാവിൻ്റെ അരിഷ്ടതകളോ ഒക്കെ കൊണ്ട് ഒരു പക്ഷേ ചിലർക്കൊക്കെ തടസ്സപ്പെട്ടു പോയേക്കാം. ചിലർക്ക് 12ലെ രാഹു തടസ്സപ്പെടുത്തി കളയാം. 12ലെ രാഹു എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുത്തി കളയുന്ന രാഹുവാണ്. അപ്പോൾ അങ്ങനെ രാഹുവും നഷ്ടപ്പെടുത്തി കളയാം. അപ്പോൾ ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയാത്ത ഗ്രഹനിലയുള്ളവർക്ക്, ജനിച്ച സമയത്ത് രാഹുവും ചന്ദ്രനുമൊക്കെ ദോഷം ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ധർമ്മകർമാധിപ യോഗം കൊണ്ട് ധനലാഭവും ഭൂമി ലാഭവും നിശ്ചയമായും ഈ വെള്ളിയാഴ്ച ദിവസം വന്നു ചേരുമെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം. അപ്പോൾ അത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കി വച്ചിരിക്കുന്ന ധനം കൊണ്ട് മേടിക്കാം. ഇനി സഹോദരങ്ങൾ സഹായിച്ചെന്ന് വരാം, മക്കൾ അധ്വാനിച്ച് പൈസ കൊടുത്തെന്ന് വരാം, പിതാവ് കൊടുത്തെന്ന് വരാം, തൊഴിൽ കൂടെ സമ്പാദിച്ചെന്ന് വരാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും ധനലാഭവും ഭൂമി ലാഭവും ഇവർക്കുണ്ടാകുന്നൊരു ദിവസമാണ് എന്നുള്ളതാണ് മേടക്കുറുകാർ അറിഞ്ഞിരിക്കേണ്ട നക്ഷത്രഫലം. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പദം നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശുക്രൻ, അഥവാ അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ, അല്ലെങ്കിൽ 6ാം ഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ 10ാം ഭാവത്തിൻ്റെ അധിപനായ ശനിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. ചില കാര്യങ്ങളിൽ നേട്ടം വന്നു ചേരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. നേട്ടം എന്താണെന്ന് പറഞ്ഞുതരാം. തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്, അല്ലെങ്കിൽ സ്ത്രീകളുടെ പങ്കാളിത്തത്തോടു കൂടി തൊഴിലിടങ്ങളിൽ പ്രവർത്തിച്ച് വിജയം നേടുവാൻ കഴിയുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അതുപോലെ തന്നെ മറ്റൊരു നേട്ടം ഇവർക്ക് വന്നു ചേരുന്നു. കടബാധ്യതയിൽ ആശ്വാസം ലഭിക്കുന്നൊരു ദിവസമാണ്. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം ഉണ്ടാകുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ശത്രുതയൊക്കെ മാറിപ്പോകുന്നൊരു ദിവസവുമാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നേട്ടങ്ങളായിട്ട് വന്നു ചേരുക. മറ്റു പല കാര്യങ്ങളും, അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന മറ്റു പല കാര്യങ്ങളിലും തിക്താനുഭവങ്ങളാണ് വന്നു ചേരുക. കുടുംബസുഖം കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല, ധനപരമായ നേട്ടം കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല, അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല. കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ അവർക്ക് പ്രതികൂലമായി വന്നു ചേരുന്നു. ഭാഗ്യക്കേടുകൾ കുടുംബത്തിലുണ്ടാകുന്നു. അഭിപ്രായ വ്യത്യാസവും അതുപോലെ തന്നെ തമ്മിൽ ചേർച്ചയില്ലാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ അനുഭവങ്ങൾ ഇനി വന്നില്ല എങ്കിൽ അവർക്ക് ദശാകാലത്തിൻ്റെ നേട്ടം അതുപോലെ നല്ലൊരു നേട്ടമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അല്ലാത്ത പക്ഷം അവർക്ക് ഞാനിപ്പോൾ പറഞ്ഞ പ്രതിസന്ധി, കുടുംബ സുഖക്കുറവ്, ധനപരമായ നേട്ടം കാര്യമായി ഉണ്ടാകാത്തൊരവസ്ഥ, ദാമ്പത്യ ജീവിതത്തിലെ സുഖക്കുറവ്,
അങ്ങനെയുള്ള ഭാഗ്യക്കേടുകൾ പോലെയുള്ള അനുഭവങ്ങളൊക്കെയാണ് അവർക്ക് വന്നു ചേരുവാൻ സാധ്യത എന്നുള്ളതാണ് ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥാനം വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇനിയും മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർത, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം സുഖസ്വസ്ഥ ദേഹന്മ കാര്യമായി ഉണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെ കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായി ഉണ്ടാകണമെന്നില്ല. തൊഴിൽപരമായിട്ടുള്ള നേട്ടം കാര്യമായി ഉണ്ടാകണമെന്നില്ല. ദാമ്പത്യ ജീവിതത്തിൽ സുഖകരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. മാതാവിൻ്റെ സ്ഥിതി അത്ര മെച്ചമാകണമെന്നില്ല. കാര്യവിജയം പൂർണ്ണമായിട്ടും ഉണ്ടാകണമെന്നില്ല. പല പ്രകാരങ്ങളിലുള്ള പ്രതിസന്ധി ഒക്കെ അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ്. ഭാഗ്യാനുഭവങ്ങളും ചിലർക്ക് ഭാഗ്യക്കേടുകളുമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. കാരണം ഇവരുടെ ഭാഗ്യഭാവത്തിൽ ഒരു പാപഗ്രഹവും ഒരു ശുഭഗ്രഹവും ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ സമ്മിശ്രമായ അനുഭവമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഒരു പാപഗ്രഹവും ഒരു ശുഭഗ്രഹവും തമ്മിൽ ചേർന്ന് നിന്നാൽ സമ്മിശ്രമാണെന്നാണ് പറയുന്നത്. ഭാഗ്യാനുഭവങ്ങളും ഭാഗ്യക്കേടുകളും ഉണ്ടാകാം എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ആ ഒരു അനുഭവത്തിൽ കൂടിയായിരിക്കും മിഥുനക്കൂറുകാർ വെള്ളിയാഴ്ച ദിവസം കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനിയും കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം 2 ഗ്രഹങ്ങൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. ജ്യോതിഷം പറയുന്നു, ഏത് ഗ്രഹം അഷ്ടമത്തിൽ നിന്നാലും, ശുഭഗ്രഹമാകട്ടെ പാപഗ്രഹമാകട്ടെ, ഏത് ഗ്രഹം അഷ്ടമത്തിൽ നിന്നാലും കഷ്ടത്തെ കൊടുക്കുമെന്നാണ് പറയുന്നത്. അത് ഗ്രഹങ്ങളുടെ എണ്ണം കൂടിയാലും ദോഷത്തിനൊരു കുറവുമില്ല, ദോഷം കൂടുകയുള്ളെന്നാണ് പറയുന്നത്. എന്നാൽ ഈ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് 8-ലോ 12-ലോ 6-ലോ ഒക്കെ നിന്നാൽ വലിയ ദോഷം ചെയ്യില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ജാതകർക്ക് കൃഷി കാര്യങ്ങളിൽ കൂടിയുള്ള ലാഭം, സമ്പാദ്യങ്ങൾ മുഖേനയുള്ള നേട്ടം, നല്ല ആരോഗ്യം ഒക്കെ കൊടുക്കുമെന്ന് പറയുന്നു. പക്ഷെങ്കിൽ കൂട്ടത്തിൽ നിൽക്കുന്ന ശനി പാപഗ്രഹമാണ്. അത് തടസ്സപ്പെടുത്തി കളയുവാനും ദാമ്പത്യ ജീവിതം തൃപ്തികരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പ്രത്യേകിച്ച് സ്ത്രീയോടുകൂടിയാണ് ശനി നിൽക്കുന്നത്. ശുക്രൻ എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ്. അപ്പോൾ ആ സ്ത്രീ ഒരു നല്ല പെരുമാറ്റം കാഴ്ചവെക്കുവാൻ ഈ ശനി സമ്മതിക്കത്തില്ല, അതിനെ തടസ്സപ്പെടുത്തി കളയും. പിന്നെ ശനി പാപഗ്രഹമായതുകൊണ്ട് ആ സ്ത്രീയെക്കൊണ്ട് പാവപ്രവൃത്തി ചെയ്യിക്കുവാനാണ് ശനി ശ്രമിക്കുക. അപ്പോൾ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ജ്യോതിഷത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം. അപ്പോൾ അത്ര നല്ല അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിതവും തൃപ്തികരമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഏറെക്കുറെ അനുകൂലമാണ്. ആരോഗ്യസ്ഥിതിയും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. അതുപോലെ തന്നെ പിതാവിൻ്റെയും മാതാവിൻ്റെയും സ്ഥിതി അത്ര മെച്ചമല്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ മക്കൾ മുഖേനയുള്ള പ്രതിസന്ധികൾ ഇവർക്ക് വന്നു ചേരുവാനും സാധ്യതയുണ്ട്. മക്കളെ കൊണ്ടുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസവും ഇവർക്ക് അനുഭവിക്കാനും സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കർക്കിടകക്കൂറുകാർ ഇപ്പോൾ കടന്നു പോവുക എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് ശുക്രൻ 7-ൽ നിൽക്കുന്ന ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപനാണ് ശുക്രൻ. ആ ശുക്രൻ 7-ാം ഭാവത്തിൽ നിൽക്കുന്നു. 7-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. അപ്പോൾ ദാമ്പത്യ ജീവിതം അത്ര തൃപ്തികരമായ അനുഭവത്തിൽ കൂടി കടന്നു പോവുകയില്ല എന്നുള്ളതാണ് ജ്യോതിഷ അഭിപ്രായം. കാരണം 7-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് ഒരു പാപഗ്രഹത്തോട് ചേർന്നാണ്. അതുപോലെ തന്നെ പാപക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്, ശുഭക്ഷേത്രത്തിലല്ല. ശുഭക്ഷേത്രത്തിലായിരുന്നുവെങ്കിൽ, ശുക്രൻ നിൽക്കുന്നത് ശുഭക്ഷേത്രത്തിലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു ദാമ്പത്യ ജീവിത സാഹചര്യം ഉണ്ടായേനെ. പ്രതികൂലമായ ദാമ്പത്യ ജീവിത സാഹചര്യത്തിൽ കൂടിയായിരിക്കും ഈ നാളുകാർ വെള്ളിയാഴ്ച ദിവസം കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇവരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടവും പിതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരും. തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ മറ്റ് ജീവിത സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിലും ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രതിസന്ധി നേരിടുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് ഈ ചിങ്ങക്കൂറുകാർ അറിഞ്ഞിരിക്കുക. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം അവർക്ക് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശുക്രൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു ദിവസമാണ്. 6-ാം ഭാവം എന്ന് പറഞ്ഞാൽ ശത്രുത, രോഗം, കടം എന്നിവയുടെ ഭാവമാണ്. അപ്പോൾ ഈ ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. ശുക്രൻ ഇവരുടെ കുടുംബഭാവത്തിൻ്റെയും ധനഭാവത്തിൻ്റെയും ഒക്കെ അധിപനാണ്. അപ്പോൾ അങ്ങനെ 6-ാം ഭാവം എന്ന് പറഞ്ഞാൽ അനിഷ്ടഭാവത്തിൽ നിന്നാൽ കുടുംബസുഖം ഉണ്ടാകത്തില്ല, ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ടുണ്ടാകത്തില്ല. ബന്ധുക്കളുടെ ശത്രുതകളും സാമ്പത്തികമായ നഷ്ടവും പ്രയാസങ്ങളും ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളും അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികളുമൊക്കെ അനുഭവത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. എന്നാൽ ഈ ശുക്രൻ ശനിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ശനി തടസ്സപ്പെടുത്തി കൊടുക്കും. അങ്ങനെ കുറേ കാര്യങ്ങളിലൊക്കെ ഒരു ആശ്വാസത്തോടു കൂടി ജീവിക്കാൻ പറ്റുമെങ്കിലും ബന്ധുക്കളുടെ ദോഷം അല്ലെങ്കിൽ ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ, ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള നിസ്സഹകരണം അല്ലെങ്കിൽ അവരിൽ നിന്നുണ്ടാകുന്ന ദോഷഫലങ്ങളൊക്കെ അനുഭവിക്കാൻ ഉള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക നഷ്ടവും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കൂടിയാണ് തൊഴിലിടങ്ങളിൽ ശത്രുത വന്നു ചേരുവാനും സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ സുഖക്കുറവ് നിലനിൽക്കുന്നൊരു സാഹചര്യം കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ
അത്ര തൃപ്തികരമായ അനുഭവങ്ങളൊന്നും വന്നു ചേരുന്ന ദിവസമല്ല ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളതാണ് കന്നിക്കൂറുകാരുടെ നക്ഷത്രഫലം. ഇനിയും തുലാക്കൂറുകാരുടെ കാര്യം നമുക്ക് ചിന്തിക്കാം. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം ചോതി വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ 5ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. ഈ ശുക്രൻ ശനിയുമായിട്ട് ചേരുന്നതിന് മുമ്പ് ശനി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ശനി ഇവർക്ക് കാര്യതടസ്സത്തെ കൊടുത്തിരുന്നു. പുത്രന്മാരെ കൊണ്ടുള്ള ദുഃഖം ഇവർക്ക് കൊടുത്തിരുന്നു. ഏത് കാര്യത്തിൽ ഇടപെട്ടാലും തടസ്സത്തെ കൊടുത്തിരുന്നു. അങ്ങനെ പ്രതിസന്ധി കൊടുത്തുകൊണ്ടിരുന്ന ശനിയുമായിട്ട് ചേർന്നാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ വീണ്ടും പ്രതിസന്ധി വരുമോ എന്നുള്ളൊരു ഭയം ഉള്ളിലുണ്ടാകും. പക്ഷേങ്കിൽ ഭയം ഉണ്ടാകേണ്ട കാര്യമില്ല, ഭയം വരേണ്ട കാര്യമില്ല. കാരണം ഈ ശനിയുടെ ഉച്ചക്ഷേത്രത്തിൻ്റെ അധിപനാണ് ശുക്രൻ. അതായത് ശനി എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ഉച്ചക്ഷേത്രമാണ് തുലാം രാശി. ആ തുലാം രാശിയുടെ അധിപനാണ് ശുക്രൻ. അപ്പോൾ അങ്ങനെ ഒരു ബന്ധമുള്ളത് കൊണ്ട് ശുക്രൻ ശനിയുമായിട്ട് ചേരുമ്പോൾ ഈ തുലാക്കൂറുകാർക്ക് ദോഷമൊന്നും വരത്തില്ല, കാര്യതടസ്സം വരത്തില്ല, മക്കളെ കൊണ്ടുള്ള വേദനാജനകമായ അനുഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പകരം ശനി എന്ത് കൊടുക്കും? പെൺകുട്ടികൾ മുഖേനയുള്ള നേട്ടം, കീർത്തി, പ്രശസ്തി, ധനനേട്ടം, അങ്ങനെയുള്ള സൗഭാഗ്യമായ അനുഭവങ്ങളെയൊക്കെ ശനി കൊടുക്കും. ശനി തടസ്സം നിൽക്കത്തില്ല. അപ്പോൾ ശുക്രൻ ഈ വെള്ളിയാഴ്ച ദിവസം ഈ എന്തെല്ലാം നേട്ടങ്ങൾ ശുക്രൻ ഇവർക്ക് കൊടുക്കാമോ അതെല്ലാം കൊടുക്കുമ്പോൾ ശനി യാതൊരു കാരണവശാലും തടസ്സം നിൽക്കില്ല, അത് തടസ്സപ്പെടുത്തി കളയില്ല എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അത് തുലാക്കൂറുകാർക്കൊരു നേട്ടമാണ്. അവർക്ക് ചിലപ്പോൾ ചിലർക്കൊക്കെ കുടുംബസുഖവും ധനപരമായ നേട്ടവും അല്ലെ തൊഴിൽ ഗുണവും കാര്യമായിട്ടുണ്ടാകണമെന്നില്ല, ദാമ്പത്യ സുഖവും കാര്യമായിട്ടുണ്ടാകണമെന്നില്ല. എങ്കിൽ പോലും പെൺമക്കളെ കൊണ്ടുള്ള ഒരു സൗഭാഗ്യമായ അനുഭവങ്ങൾ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ സ്ത്രീകൾ മുഖേനയുള്ളൊരു കാര്യവിജയം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരുവാനുള്ളത്. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാല അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം അവരുടെ 12ാം ഭാവാധിപൻ 4ാം ഭാവത്തിൽ വന്നു ചേർന്ന് 4ാം ഭാവാധിപനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. ആയതിനാൽ പല കാര്യങ്ങളിലും തടസ്സം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്, നഷ്ടം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾ മുഖേനയുള്ള നഷ്ടം, വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ആ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുവാൻ പ്രായമായവരും സ്ത്രീകളും ചേർന്ന് പ്രവർത്തിക്കും. അതായത് നഷ്ടം വന്നു ചേരുന്നൊരു സാഹചര്യം സൃഷ്ടിക്കുവാൻ പ്രായമായവരും സ്ത്രീകളുമൊക്കെ ചേർന്ന് പ്രവർത്തിച്ച് നഷ്ടസാധ്യത ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വാഹനം ഓടിക്കുന്നവരൊക്കെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്. അപകടങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇവർക്ക് ചന്ദ്രൻ ഇവരുടെ ജന്മഭാവത്തിൽ ബലമില്ലാതെ നിൽക്കുന്നു. മാതാവിനും അരിഷ്ടത വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ അത്ര നല്ല അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമല്ല എന്നുള്ളതാണ് ഈ ഗ്രഹസ്ഥിതി പ്രകാരം പറയുവാനുള്ളത്. പ്രത്യേകിച്ച് വൃശ്ചികൻ രാശിയിലേക്ക് ശനിയുടെ ദൃഷ്ടിയും വന്നു ചേരുന്നുണ്ട്. അപ്പോൾ ശനിയുടെ ദൃഷ്ടി ചന്ദ്രനുമേൽ പതിക്കുന്നത് കൊണ്ടും അതൊക്കെ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമായിട്ടാണ് വെള്ളിയാഴ്ച ദിവസത്തെ കാണേണ്ടത്. ചന്ദ്രൻ പൂർണ്ണ ബലവാനായിരുന്നെങ്കിൽ ചന്ദ്രനുമേൽ ചേരുന്ന ദോഷങ്ങൾ, അല്ലെങ്കിൽ ഈ ജാതകരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ദോഷങ്ങളെയൊക്കെ എതിർത്ത് തോൽപ്പിക്കുവാൻ ചന്ദ്രന് ബലമുണ്ടായിരുന്നെങ്കിൽ ദോഷങ്ങളൊന്നും തന്നെ വന്നു ചേരത്തില്ല. ചന്ദ്രന് ബലമില്ലാത്തൊരു സാഹചര്യത്തിൽ ശനിയുടെ ദൃഷ്ടി വന്നു ചേരുകയും ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് പ്രതികൂലമാണ് വന്നു ചേരാൻ സാധ്യത. അവരുടെ ജന്മഭാവത്തിൽ ചന്ദ്രനാണ് നിൽക്കുന്നത്. ശുക്രനും ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നു, ശനിയും ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നു. ശനിയുടെ ശത്രു അടഞ്ഞ ദൃഷ്ടി ചന്ദ്രന് മേൽ പതിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വെള്ളിയാഴ്ച ദിവസം ഈ വൃശ്ചികക്കൂറുകാർക്ക് വലിയ നേട്ടങ്ങളൊന്നും വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പ്രത്യേകിച്ച് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതും ഒരു വിഷയമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ അവർക്ക് പ്രതികൂലമായി നിൽക്കാൻ ഈ ചൊവ്വായും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അവർ തന്നെ അവർക്ക് വിന വരുത്തി വെക്കുന്ന ഒരു സമയമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം അവർക്ക് 12ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ചില ദോഷവശങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. എങ്കിലും 3ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയും ശുക്രനും കുറേ നല്ല അവസരങ്ങളെ അവർക്ക് കൊടുക്കുകയും ചെയ്യും. പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കാനുള്ളൊരു താല്പര്യം, സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള അവസരം, അങ്ങനെ ഉള്ള നേട്ടങ്ങളൊക്കെ അവർക്ക് വന്നു ചേരും. എങ്കിലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളൊക്കെ ചിലർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിലെ സുഖക്കുറവും അതുപോലെ തന്നെ
ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ മാതാവിനുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. എങ്കിലും ഇവർക്കൊരു നേട്ടമുണ്ട്. എന്താണ്? സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായ സഹകരണവും അതുപോലെ തന്നെ പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കാനുള്ള അവസരം, പുതിയ സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ഒരു അവസരം, അപ്പോൾ അങ്ങനെയുള്ള നേട്ടവും ഇവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് ധനുക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഒരു പക്ഷെങ്കിൽ കാര്യമായിട്ട് അവരെ സ്വാധീനിക്കണമെന്നില്ല. എങ്കിലും അവർ എവിടുന്നെങ്കിലുമൊക്കെ ധനം സമ്പാദിച്ച് ഈ പുതിയ വസ്ത്രം വാങ്ങിക്കുവാനോ അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങിക്കുവാനോ താല്പര്യം കാണിക്കുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരുവാനുള്ളത്. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് വളരെ നേട്ടമുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ധർമ്മ കർമാധിപ യോഗം നിലനിൽക്കുന്ന ഒരു ദിവസമാണ്. അതായത് തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടം, തൊഴിലിൽ കൂടി ധനം വന്നു ചേരുന്നൊരു സാഹചര്യം ഇവർക്ക് നിലനിൽക്കുന്ന സമയമാണ്. ധർമ്മ കർമാധിപ യോഗം എന്ന് പറഞ്ഞാൽ 2-ാം ഭാവാധിപനും 10-ാം ഭാവാധിപനും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തെയാണ് ധർമ്മ കർമാധിപ യോഗം എന്ന് ജ്യോതിഷം പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം എന്തുകൊണ്ടും അവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമാണ്. നിശ്ചയമായും ധനനേട്ടവും ഭൂമിലാവും അവർക്കുണ്ടാകും. കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നൊരു ദിവസമാണ്. പ്രവർത്തന വിജയം കൊണ്ടാണ് ധനം നേടുന്നത്. അല്ലാതെ അലസരായിട്ടിരിക്കുന്നവർക്കോ മടിയന്മാരായിട്ടിരിക്കുന്നവർക്കോ ഒന്നും ഈ പറഞ്ഞ യോഗം വന്നു ചേരത്തില്ല. കഠിനാധ്വാനം ചെയ്ത് ജീവിത വിജയം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് പ്രവർത്തിച്ച് ധനം നേടി ജീവിത വിജയം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പ്രവർത്തന മേഖല കൊണ്ട് വിജയിക്കുകയും അതോടൊപ്പം തന്നെ ധനലാഭം വന്നു ചേരുകയും ചെയ്യുന്നൊരു ദിവസമായിരിക്കും വെള്ളിയാഴ്ച ദിവസം. അവർക്ക് ഭൂമി സംബന്ധിച്ചുള്ള ഗ്രഹം 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. നല്ല അനുകൂലമായ സാഹചര്യത്തിലാണ്. 5-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. കാര്യവിജയം പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പുരുട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, വെള്ളിയാഴ്ച ദിവസം ഈ കുംഭക്കൂറുകാരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ശനി ശുക്രനുമായിട്ട് ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകൾ മുഖേനയുള്ള നേട്ടം, സ്ത്രീകളുമായിട്ടുള്ള ഒരു സമാഗമം, സുന്ദരീ സമാഗമം ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഈ നാളുകാർക്ക് സുന്ദരികളുമായിട്ടുള്ള സമാഗമം നടക്കുന്ന ഒരു ദിവസമാണ്. പ്രായമായവരൊക്കെ പ്രായത്തിൽ കുറഞ്ഞ സ്ത്രീകളുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തി, അല്ലെങ്കിൽ അവരൊരു ജീവിതത്തിലേക്ക് കടക്കുന്നവരുണ്ട്, വിവാഹം ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ഓരോ സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നൊരു ദിവസമാണ്. സുന്ദരീ സമാഗമം എന്നാണ് ജ്യോതിഷം അതിനെ പേർ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യമുണ്ട്. ഭാഗ്യം കൊണ്ട്, സ്ത്രീകൾ മുഖേനയുള്ള ഭാഗ്യം കൊണ്ട് ജീവിതത്തിൽ സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നതുണ്ട്. സ്ത്രീകൾ മുഖേന വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമുണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. എന്നാൽ പുത്രദുഃഖം അവരിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള ഒരു സാഹചര്യം അവർക്ക് അത്ര മെച്ചമല്ല എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. നേട്ടം വന്നു ചേരുന്നത് സ്ത്രീകൾ മുഖേനയുള്ളൊരു നേട്ടമാണ്. അത് ഭാഗ്യം കൊണ്ടാണ് അങ്ങനെ ഒരു അനുഭവം വന്നു ചേരുക എന്നുള്ളത് കുംഭക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അവർക്ക് അതിൻ്റേതായ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള ഒരു സമയമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാർക്ക് വെള്ളിയാഴ്ച ദിവസത്തെ അനുഭവം എന്താണെന്ന് ചിന്തിക്കാം. വെള്ളിയാഴ്ച ദിവസം അവർക്ക് 2 ഗ്രഹങ്ങൾ 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപൻ 12-ൽ നിൽക്കുന്നു, അതുപോലെ തന്നെ ശനിയും 12-ൽ നിൽക്കുന്നു. അപ്പോൾ ശനി ഒരു പാപഗ്രഹമാണ്. ശനി 12-ൽ നിന്നാൽ വളരെയേറെ ദോഷങ്ങൾ ഈ ജാതകർക്ക് ഉണ്ടാകുമെന്ന് ജ്യോതിഷം പറയുന്നു. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എന്നാൽ ശുക്രൻ ഒരു ശുഭഗ്രഹമാണ്. ശനി ചെയ്യുന്ന പോലുള്ള ദോഷങ്ങൾ ഇവർക്ക് ചെയ്യത്തില്ല. എന്നാലും 12-ാം ഭാവത്തിലല്ലേ, അനിഷ്ടഭാവത്തിലല്ലേ നിൽക്കുന്നത്. അതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ബന്ധുക്കൾ ഇവർക്ക് ശത്രുക്കളാകും, അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്ന് ദോഷാനുഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ 12-ൽ ശുക്രൻ നിന്നാൽ ദോഷം ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ പാപഗ്രഹവുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് 50% സുഖവും 50% ദുഃഖവും വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതായത് ധനം, സുഖം, കുടുംബം എന്നിവയിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മീനക്കൂറുകാർ ഈ വെള്ളിയാഴ്ച ദിവസം കടന്നു പോവുക. അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ടുണ്ടാകണമെന്നില്ല. സുഖം, സ്വസ്ഥത, ദേഹത്തിന് അത്ര അനുകൂലമാകണമെന്നില്ല. പിന്നെ അവർക്ക് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ശത്രുതയൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടിയൊക്കെയാണ് ഈ മീനക്കൂറുകാർ വെള്ളിയാഴ്ച ദിവസം കടന്നു പോകുക എന്നുള്ളത് മനസ്സിലാക്കുക.
ദാമ്പത്യ ജീവിതവും അത്ര തൃപ്തികരമാകണമെന്നില്ല. അവിടെയും ശത്രുത വന്നു ചേരാൻ ഇടയുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക. പ്രത്യേകിച്ച് സുഹൃത്തുക്കൾ, സഹോദരങ്ങളായിട്ടുള്ള ഭാഗത്തു നിന്നുള്ള ശത്രുതയൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ വന്നു ചേരുവാനും ഇടയുള്ള ഒരു സമയമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ അനുഭവങ്ങളിൽ കൂടിയാണ് ഈ വെള്ളിയാഴ്ച ദിവസം മീനക്കുറുകാർ കടന്നു പോവുക എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായിട്ട് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരെയും മഹാദേവനെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.